ഹായ് കൂട്ടുകാരെ, ഇന്ന് എണ്ണ കാച്ചനായിട്ട് ഒരു വീഡിയോ ആണ് കേട്ടോ. അതിനായിട്ട് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ കാച്ചാൻ എപ്പോഴും ഇരുമ്പ് ചീനച്ചട്ടിയാണ് നല്ലതെന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ ആട്ടി കൊണ്ടുവന്ന എണ്ണയാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ ആട്ടിയിട്ട് ഊറാൻ വെച്ചതാണ്. അടിയിൽ കീടനുണ്ട്. അപ്പോൾ കീടനില്ലാണ്ട് അടിഭാഗം നമുക്ക് ഭക്ഷണ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കീടൻ ചിലപ്പോൾ കുറേശ്ശെ അതിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം അടിഭാഗം എണ്ണ കാച്ചാനാണ് എടുക്കാറ്. ഇത് നമ്മൾ 1/2 ലിറ്റർ എണ്ണയാണ് കാച്ചാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കാച്ചാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് കുറച്ച് ചെറിയ ഉള്ളി, ഒരു 3-4 ചെറിയ ഉള്ളി ചെറുതാക്കി നുറുക്കിയിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ഉള്ളി ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയുടെ ഗുണം എന്ന് പറഞ്ഞാൽ അത് ജലദോഷത്തിന് നീരിറക്കത്തിനൊക്കെ വളരെ നല്ലതാണ്. വലിയ ഉള്ളിയാണെങ്കിൽ മുടിയുടെ കൊഴിച്ചിൽ തടയാനൊക്കെ നല്ലതാണ്. പിന്നെ ഒന്ന് കുരുമുളകാണ്. കുരുമുളക്, ജീരകം, ഉലുവ, ഇത് മൂന്നും നീരിറക്കം തടയാൻ നല്ലതാണ്. അതുപോലെ മുടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ഇത് 3 വേണമെങ്കിൽ പൊടിച്ചിടാം, അല്ലെങ്കിൽ അങ്ങനെ ഇട്ടാലും മതി. എന്നിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കും. അവസാനം ചണ്ടി പിഴിയുമ്പോൾ അതിൻ്റെ സത്തും കൂടി അതിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ 3 ഒന്ന് നമുക്ക് എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഇടാം. ആദ്യം നമുക്ക് ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയാണ് ആദ്യം ഇടുന്നത്. അത് നല്ലോണം മൂപ്പായി കഴിഞ്ഞാൽ ഈ 3 സാധനങ്ങളും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ചെമ്പരത്തി പൂവ്, മൈലാഞ്ചിയുടെ ഇല, കരിവേപ്പില, പിന്നെ തുളസിയുടെ ഇല, ശംഖുപുഷ്പം, കേശവർദ്ധിനി, അത് പേര് പോലെ മുടിയുടെ വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്നതാണ് കേശവർദ്ധിനി. ചെമ്പരത്തി പൂവ് പണ്ട് മുതലേ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. മുടിക്ക് വളരെ നല്ലതാണ്. ചെമ്പരത്തി താളിയൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ. അതുപോലെ തുളസിയാണെങ്കിൽ നീരിറക്കത്തിന് നല്ലതാണ്. കറിവേപ്പ് മുടിക്ക് കറുപ്പ് നിറം നൽകുന്നു. അതുപോലെ മൈലാഞ്ചിയുടെ ഇല തലയ്ക്ക് ഉണർവ് നൽകാനും അതുപോലെ ഡാൻഡ്രഫിനെ തടയാനൊക്കെ നല്ലതാണ്. പിന്നെ കേശവർദ്ധിനി പേര് പോലെ തന്നെ മുടിയുടെ വളർച്ചയ്ക്ക് വളരെയധികം സഹായമായിട്ടുള്ളതാണ്. ശംഖുപുഷ്പം അത് നമ്മുടെ കോൺസെൻട്രേഷനെ വർദ്ധിപ്പിക്കാനും ഫോക്കസ് വർദ്ധിപ്പിക്കാനും അതുപോലെ മുടിയുടെ കൊഴിച്ചിൽ തടയാനും മുടിയുടെ വേരുകൾക്കൊക്കെ നല്ല ശക്തി പകരാനും ഒക്കെ ഉള്ളതാണ് അത്ര ശംഖുപുഷ്പം. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. കേശവർദ്ധിനി ഇത് നീല കളറിലുള്ള പൂവുണ്ടാവുന്നതാണ് ഈ കേശവർദ്ധിനി. എണ്ണ ചൂടായി. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയാണ് ഇടണത്. ഉള്ളി നല്ലോണം മൂത്തു. നമ്മൾ ജീരകം, ഉലുവ, കുരുമുളക്, ഇത് 3 കൂടി പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പൊടികളൊക്കെ അതിലിട്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ നമുക്ക് ആ മൂത്ത വാസന വരും. ആ വാസന വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പച്ചമണക്കം മാറി നല്ല മൂത്ത വാസന വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇലയും പൂക്കളൊക്കെ ഇട്ട് കൊടുക്കാം. ചെമ്പരത്തിയൊക്കെ ഞാൻ ചെറുതാക്കി പിച്ചിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇത്രേ ആവശ്യമുള്ളൂ. അതിൻ്റെ ഞെട്ടി കളയൊന്നും വേണ്ട. ചെമ്പരത്തിയൊക്കെ അത്രയും നല്ലതാണ്. ചെമ്പരത്തി താളിയൊക്കെ നമ്മൾ തേക്കാറുണ്ടല്ലോ പണ്ടൊക്കെ. കരിവേപ്പിലയൊക്കെ കറുപ്പ് നിറം കിട്ടാൻ, മുടിക്ക് കറുപ്പ് നിറം കിട്ടാൻ നല്ലതാണ്. പിന്നെ മൈലാഞ്ചിയുടെ ഇല, അതുപോലെ തുളസി, ഇത് എല്ലാം നല്ലോണം ഇളക്കുക. 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്യും. എന്നിട്ട് അതിലേക്ക് ഈ ശംഖുപുഷ്പം കൂടി ഇട്ട് കൊടുക്കും. അങ്ങനെ ഈ പാത്രത്തിൽ തന്നെ അടച്ചു വയ്ക്കുകയാണ് ചെയ്യുക. അത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ്. എന്നിട്ട് നാളെ രാവിലെ നല്ലൊരു തുണിശീല എടുത്തിട്ട് അതിലേക്ക് അരിച്ചെടുക്കും. എന്നിട്ട് ആ ചണ്ടി നല്ലോണം പിഴിഞ്ഞെടുക്കുക. ആ ചണ്ടി മേത്ത് തേച്ച് കുളിക്കാം. നമ്മുടെ എണ്ണയുടെ കളറ് കണ്ടില്ലേ? പിറ്റേ ദിവസം ഇത് അരിച്ചെടുത്തതാണ്. ഇനിയുണ്ട് അരിക്കാൻ. അരിച്ചിട്ടുള്ള ചണ്ടി നമുക്ക് മേത്ത് തേക്കാനൊക്കെ ഉപയോഗിക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.